അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നട്ട് 2 മാസമോ മറ്റോ കഴിഞ്ഞിട്ടുണ്ടാകും. 2 മാസം ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീഡിയോ ഒക്കെ നോക്കിയാൽ അറിയാം. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു ദോഷം, വളരാനൊരു ദോഷം വരില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പച്ചക്കറിൻ്റെ വിത്തുകളൊക്കെ നട്ട് നല്ല രീതിയിലൊക്കെ മുളച്ചൊക്കെ നമ്മൾ കാണിച്ചതാണ്. പിന്നെ കായ പിടിച്ചൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ശേഷമാണ് നമ്മൾ വീട്ടിൽ കുറച്ച് പണി ഉണ്ടായതുകൊണ്ട് മെറ്റലിൻ്റെയും പൊടിൻ്റെയും സിമെൻറ്റിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളുണ്ടായത്. ചെറിയ കോൺക്രീറ്റ് ഒക്കെ നടന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിൽ വളരെ ഇതായിട്ടൊക്കെ കേട് വന്നു പോയി. ഇത് ആ കേടിനൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. വെള്ളേരി ഇവിടെയൊക്കെ ഉണ്ട്. വെള്ളേരി ഉണ്ടോ? വെള്ളേരി ഇവിടെ ഉണ്ട്. വെള്ളേരികളൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ചിരങ്ങ, കയ്പ, ഇങ്ങനെയുള്ള എല്ലാ ഒട്ടുമിക്ക സാധനങ്ങളും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് യാതൊരു പ്രശ്നവുമില്ല, നമുക്ക് പച്ചക്കറിയും അതിൻ്റെ കൂടെ ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അതേപോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയായാലും തണ്ട് നട്ട്, ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയായാലും തണ്ട് നട്ട് പൊടിച്ച് വരാൻ കുറേ സമയം പിടിക്കും. പിന്നെ പൊടിച്ച് വന്നാൽ തന്നെ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ വരും. അപ്പോൾ ഇവിടെ ടെറസിൻ്റെ മേലായതുകൊണ്ട് വെയിലിന് പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ തണലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനൊക്കെ മുതിർന്നത്. അപ്പോൾ റെഡിയായിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഡ്രാഗൺ ഫ്രൂട്ട് തണ്ട് നട്ടതൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് എന്നതൊക്കെയാണ് നമ്മളത് കാണിച്ചത്. അപ്പോൾ ടെറസിൻ്റെ മേലെ ഇങ്ങനെയൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടോ മറ്റോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡ്രമ്മിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ പച്ചക്കറികളും മറ്റുമൊക്കെ വളർത്തിയെടുക്കുക എന്നതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കാണുക, കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.